ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിം ജിയോങ് ബോൺ 1982 എന്ന ഒരു നോവലാണ്. ചോ നാംജു എന്ന റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളിൽ എവിടേക്കോ ഒന്ന് ഉലച്ചൊരു നോവലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമ്മൾ മറന്നുപോയ പലതും ഈ നോവലിലൂടെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോവൽ എന്തുകൊണ്ട് ഇത്രയും വേൾഡിൽ ഇത്രയും സെൻസേഷനായി എന്നുള്ളതിൻ്റെ റീസണും എനിക്ക് മനസ്സിലായി. കാരണം എവിടെ ജനിച്ചു, എങ്ങനെയാണ് നമ്മൾ വളർന്നത് എന്നുള്ളതൊന്നുമല്ല. ഒരു സ്ത്രീയായിട്ട് എവിടെ ജനിച്ചു കഴിഞ്ഞാലും ഏകദേശം നമ്മളെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്കൂളുകൾ, കോളേജുകൾ, വർക്ക് ഫോഴ്സ് എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഈ ബുക്ക് വായിച്ചതിലൂടെ മനസ്സിലായത്. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും കൊറിയയിൽ ജനിച്ചു വളർന്ന ഒരാളുടെ കഥ പറയുന്ന സമയത്ത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളുടെ നമ്മുടെ കുട്ടിക്കാലത്തും അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളെ സ്കൂളുകളുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ അതേ അനുഭവങ്ങൾ തന്നെ ഇവിടെയും വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇതിൽ ഒരുപാട് ന്യൂആൻസസ് പറയാനുണ്ട്. ഇപ്പം ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.